വയസ്സിൽ അച്ഛനെ നഷ്ടപ്പെട്ട സാൻഡേഴ്സിന് കളിച്ചു നടക്കേണ്ട പ്രായത്തിൽ ഉത്തരവാദിത്തങ്ങളെ ഏറ്റെടുക്കേണ്ടി വന്നു. അമ്മ ജോലിക്ക് പോകുമ്പോൾ തൻ്റെ അനിയനെയും അനിയത്തിയെയും നോക്കാൻ ആ കുഞ്ഞു കൈകൾ അടുക്കളയിൽ മാജിക് കാട്ടി തുടങ്ങി. പക്ഷേ ജീവിതം അദ്ദേഹത്തിന് നൽകിയത് കൈപ്പേറിയ അനുഭവങ്ങളായിരുന്നു. റെയിൽവേ തൊഴിലാളിയായും ഇൻഷുറൻസ് ഏജന്റായും ഫെറി ബോട്ട് ഡ്രൈവറായും അദ്ദേഹം വേഷങ്ങൾ മാറി മാറി അണിഞ്ഞു. തൊട്ടതൊക്കെ പരാജയം. ഒടുവിൽ കെൻറ്റക്കിയിലെ കോർബിൻ എന്ന സ്ഥലത്ത് ഒരു പെട്രോൾ പമ്പ് നടത്തുന്നതിനിടെയാണ് അദ്ദേഹം തന്റെ ചെറിയ മോട്ടലിലെ അതിഥികൾക്കായി ഒരു പ്രത്യേക ചിക്കൻ ഫ്രൈ തയ്യാറാക്കി നൽകാൻ തുടങ്ങിയത്. ഹാർലൻഡിന്റെ ചിക്കന്റെ രുചി പതുക്കെ നാട്ടിലാകെ പടർന്നു. പക്ഷേ അദ്ദേഹത്തിന് ഒരു പരാതി ഉണ്ടായിരുന്നു. ചിക്കൻ വറുത്തെടുക്കാൻ ഒരുപാട് സമയമെടുക്കുന്നു. ഇതിനൊരു പരിഹാരം തേടിയാണ് അന്ന് അദ്ദേഹം പുതുതായി വന്ന പ്രഷർ കുക്കറുകളിൽ ഒന്നിൽ പരീക്ഷണം നടത്തിയത്. ചിക്കന്റെ നീരും സ്വാദും നഷ്ടപ്പെടാതെ മിനിറ്റുകൾക്കുള്ളിൽ അത് വെന്ത് കിട്ടുമെന്ന് അദ്ദേഹം കണ്ടെത്തി. പുതിയ രുചിയിൽ ചിക്കൻ ഫ്രൈ എന്ന ആഗ്രഹം അദ്ദേഹത്തെ അലട്ടിക്കൊണ്ടിരുന്നു. 1930 മുതൽ 1939 വരെയുള്ള 9 വർഷം സാൻഡേഴ്സ് തന്റെ മസാലക്കൂട്ടുകൾ നിരന്തരം മാറ്റിക്കൊണ്ടിരുന്നു. ഒടുവിൽ 39 അദ്ദേഹത്തിന് വ്യത്യസ്തമായ ഒരു രുചിക്കൂട്ടുണ്ടാക്കിയെടുക്കാൻ സാധിച്ചു. പക്ഷേ വിധി വീണ്ടും ചതിച്ചു. പുതിയ ഹൈവേ വന്നതോടെ അദ്ദേഹത്തിന്റെ പെട്രോൾ പമ്പും റെസ്റ്റോറന്റും തകർന്നു. കയ്യിൽ ബാക്കിയുണ്ടായിരുന്നത് വെറും $105 സോഷ്യൽ സെക്യൂരിറ്റി ചെക്ക് മാത്രം. തന്റെ ജീവിതം അവസാനിച്ചു എന്ന് കരുതി അദ്ദേഹം ഒരു മരച്ചുവട്ടിലിരുന്ന് തന്റെ മരണപത്രം എഴുതാൻ തുടങ്ങി. എന്നാൽ ആ നിമിഷം അദ്ദേഹം ചിന്തിച്ചു, തനിക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം ഇനിയും ബാക്കിയുണ്ട്. അദ്ദേഹം നിരാശനായില്ല. ആ 65-ാം വയസ്സിൽ തന്റെ പഴയ ഫോർഡ് കാറിൽ പ്രഷർ കുക്കറും രഹസ്യ മസാലക്കൂട്ടും നിറച്ച് അദ്ദേഹം ഓരോ റെസ്റ്റോറന്റുകളിലും കയറിയിറങ്ങി. ഇത് ഇഷ്ടപ്പെട്ടാൽ മാത്രം ഓരോ ചിക്കനും വിൽക്കുമ്പോൾ എനിക്ക് 4 സെന്റ്, അതായത് 4 പൈസ നൽകിയാൽ മതിയെന്നായിരുന്നു അദ്ദേഹത്തിന്റെ ഓഫർ. 1009 തവണയാണ് ആളുകൾ അദ്ദേഹത്തെ നിരസിച്ചത്. എന്നാൽ 1010ാമത്തെ റെസ്റ്റോറന്റ് ഉടമയും സുഹൃത്തുമായ പീറ്റ് ഹെർമൻ ആ രുചി അംഗീകരിച്ചു. അവിടെയാണ് KFC അഥവാ കെൻറ്റക്കി ഫ്രൈഡ് ചിക്കൻ എന്ന ആഗോള ബ്രാൻഡിന്റെ ആദ്യത്തെ ഫ്രാഞ്ചൈസി പിറക്കുന്നത്. 1960കളിൽ തന്നെ KFC വൻ വിജയമായി മാറി. കേണൽ സാൻഡേഴ്സ് തന്നെയായിരുന്നു ബ്രാൻഡിന്റെ മുഖം. അദ്ദേഹത്തിന്റെ വെള്ള സ്യൂട്ടും കറുത്ത ടൈയും കേണൽ എന്ന പദവിയും ആളുകൾക്ക് അദ്ദേഹത്തോടുള്ള വിശ്വാസം വർദ്ധിപ്പിച്ചു. സാധാരണ ചിക്കൻ വറുക്കാൻ 30 മിനിറ്റ് എടുക്കുമ്പോൾ കേണൽ വികസിപ്പിച്ചെടുത്ത പ്രഷർ കുക്കർ സാങ്കേതിക വിദ്യ വഴി 9 മിനിറ്റിനുള്ളിൽ ചിക്കൻ തയ്യാറായി. ഇത് ഫാസ്റ്റ് ഫുഡ് യുഗത്തിന് തുടക്കമിട്ടു. 1964 കേണൽ കമ്പനി $2 മില്യൺ വിറ്റു. ഇന്ന് ഇത് യോമി ബ്രാൻഡ്സ് എന്ന കമ്പനിയുടെ കീഴിലാണ്. ഇന്ന് ലോകത്തെ 150ഓളം രാജ്യങ്ങളിലായി 25,000-ത്തിലധികം ഔട്ട്ലെറ്റുകളുണ്ട്. KFCയുടെ ഏറ്റവും വലിയ ശക്തി അതിന്റെ രുചിയാണ്. 1940കളിലാണ് കേണൽ സാൻഡേഴ്സ് തന്റെ ഐതിഹാസികമായ ഒറിജിനൽ റെസിപ്പി പൂർത്തിയാക്കുന്നത്. 11 തരം സുഗന്ധവ്യഞ്ജനങ്ങളും മരുന്നുകളും ചേർത്തുള്ള ഈ കൂട്ട് ഇന്നും ലോകത്തിലെ ഏറ്റവും വലിയ വാണിജ്യ രഹസ്യമായി തുടരുന്നു. ആർക്കും മുഴുവൻ ചേരുവകളും ചോർത്താൻ കഴിയില്ല എന്ന് ഉറപ്പുവരുത്താൻ കമ്പനി ഒരു തന്ത്രം പ്രയോഗിക്കുന്നുണ്ട്. കമ്പനി ചേരുവകൾ ഒരു കമ്പനി തയ്യാറാക്കുമ്പോൾ ബാക്കി പകുതി മറ്റൊരു കമ്പനിയാണ് നിർമ്മിക്കുന്നത്. ഒരു പ്രത്യേക കമ്പ്യൂട്ടർ പ്രോഗ്രാം വഴിയാണ് ഇവ പിന്നീട് യോജിപ്പിക്കുന്നത്. ചേരുവകൾ പാക്ക് ചെയ്യുന്നവർക്ക് പോലും തങ്ങൾ എന്താണ് മിക്സ് ചെയ്യുന്നതെന്ന് അറിയില്ല. കേണൽ തന്റെ കൈപ്പടയിൽ പെൻസിൽ കൊണ്ട് എഴുതിയ യഥാർത്ഥ റെസിപ്പി കെൻറ്റക്കിയിലെ ലൂയിസ്വില്ലിലുള്ള ആസ്ഥാനത്ത് അതീവ സുരക്ഷയുള്ള ഒരു ഡിജിറ്റൽ ലോക്കറിലാണ് സൂക്ഷിച്ചിരിക്കുന്നത്. ഈ ലോക്കറിന് 2 വ്യത്യസ്ത കോഡുകളാണുള്ളത്. അത് 2 വ്യത്യസ്ത ഉദ്യോഗസ്ഥർക്ക് മാത്രമേ അറിയുകയുള്ളൂ. കൂടാതെ അത്യാധുനിക മോഷണ വിരുദ്ധ സംവിധാനങ്ങളും ഇതിനുണ്ട്. KFCയെ കുറിച്ച് ചില വ്യത്യസ്തമായ കാര്യങ്ങൾ കൂടിയുണ്ട്. ഒന്ന്, സുരക്ഷാ കാവൽ. ഇന്ന് കെൻറ്റക്കിയിലെ ആസ്ഥാനത്ത് 2 അടി കട്ടിയുള്ള കോൺക്രീറ്റ് ഭിത്തികളുള്ള മോഷൻ സെൻസറുകളും 24 മണിക്കൂർ ക്യാമറ നിരീക്ഷണവുമുള്ള ഒരു വോൾട്ടിലാണ് ആ ഒറിജിനൽ പേപ്പർ സൂക്ഷിച്ചിരിക്കുന്നത്. ലോകത്ത് ഒരേ സമയം 2 പേർക്ക് മാത്രമേ മുഴുവൻ റെസിപ്പി അറിയാവൂ എന്നാണ് പറയപ്പെടുന്നത്. അവർ 2 പേരും ഒരേ വിമാനത്തിൽ സഞ്ചരിക്കാൻ പോലും പാടില്ലെന്ന കർശന നിയമമുണ്ട്. KFCയുടെ ആദ്യത്തെ ഫ്രാഞ്ചൈസിയുടെ ഉടമയും കേണൽ സാൻഡേഴ്സിന്റെ ആത്മമിത്രവുമായ പീറ്റ് ഹെർമനാണ് ഈ ആശയത്തിന്റെ പിന്നിൽ. 1957 ഒരു സായാഹ്നത്തിൽ തന്റെ റെസ്റ്റോറന്റിൽ ചിക്കൻ വാങ്ങാൻ വരുന്നവർക്ക് അത് എളുപ്പത്തിൽ കൊണ്ടുപോകാൻ എന്ത് ചെയ്യാമെന്നാണ് അദ്ദേഹം ചിന്തിച്ചത്. അക്കാലത്ത് ഹാർലൻഡ് സാൻഡേഴ്സിന്റെ പക്കൽ നിന്ന് വാങ്ങിയ ചിക്കൻ കഷ്ണങ്ങൾ പാക്ക് ചെയ്യാൻ കൃത്യമായ ഒരു രീതിയൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോഴാണ് ഒരു പരസ്യ കമ്പനിക്കാരൻ പീറ്റ് ഹെർമന്റെ അടുത്തെത്തുന്നത്. അദ്ദേഹത്തിന്റെ കൈവശം 500 വലിയ പേപ്പർ ബക്കറ്റുകൾ ഉണ്ടായിരുന്നു. മറ്റൊരു ബിസിനസിന് വേണ്ടി നിർമ്മിച്ച ആ ബക്കറ്റുകൾ
വിറ്റുപോകാത്തതുകൊണ്ട് അത് പീറ്ററിന് നൽകാൻ അദ്ദേഹം തീരുമാനിച്ചു. പീറ്റ് ഹെർമൻ ഉടൻ തന്നെ ആ ബക്കറ്റിൽ 14 കഷണം ചിക്കനും 5 ബ്രെഡ് റോളുകളും 1 കപ്പ് ഗ്രേവിയും നിറച്ചു. ഇതിന് അദ്ദേഹം നൽകിയ പേര് ഫാമിലി ബക്കറ്റ് എന്നായിരുന്നു. വെറും $3.50 ഒരു കുടുംബത്തിന് മുഴുവൻ കഴിക്കാവുന്ന ഭക്ഷണം ഒരു വലിയ ബക്കറ്റിൽ ലഭിക്കുന്നത് ആളുകൾക്ക് വലിയൊരു കൗതുകമായിരുന്നു.